ഹായ് ഹലോ എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈദ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഫ്രൈഡ് ദം ബിരിയാണീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്, ഈദിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കാണും, അതൊന്നും മറക്കാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഈ നല്ല രുചിയുള്ള ചിക്കൻ ഫ്രൈഡ് ദം ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പീസെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലുതാക്കുക. നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത ചിക്കനാണിത്. അതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം, പിന്നെ ഹാഫ് ലെമണും കൂടെ പിഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മസാല ഇതിലേക്ക് പിടിച്ചോളും. ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അരമണിക്കൂർ ആകുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയിലേക്ക് ചേർക്കാനുള്ള ഉള്ളി തക്കാളി എല്ലാം കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള 6 ഉള്ളിയും 12 അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 12 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഒതുക്കിയെടുക്കാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട്. പിന്നെ ഉള്ളിയും തക്കാളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്ക് ചോറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയിൽ നിന്ന് തന്നെ കുറച്ച് ഉള്ളി ഇതാ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെരടി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഒരു 1.5 ഉള്ളിയോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ബാക്കി നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. തീ കൂട്ടി വെക്കണ്ട, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കുക. മിക്സ് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പം തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് കളറ് മാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. കോരി വെച്ചെടുത്തൊന്നും ഇതൊന്ന് കുറച്ച് കളറ് മാറും. അപ്പം ഈ ഒരു കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. എന്നിട്ട് ഞാനിതാ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതും ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ കോരി മാറ്റാം. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അതൊന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ അപ്പടെ തന്നെ അങ്ങ് കോരി മാറ്റുക. ഒരുപാട് സമയമൊന്നും വെക്കണ്ട, മുന്തിരി പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഇതാ മുന്തിരി കൂടെ റെഡി ആയിട്ടുണ്ട്. അതും കോരി മാറ്റിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, 1 മണിക്കൂർ ആയപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ടേനു. അത് ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ പകുതിയോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ടി വരും. ചെറിയ ചീനച്ചട്ടിയല്ല, അപ്പോൾ 2 പ്രാവശ്യം ഇടേണ്ടി വരും. അപ്പോൾ ഇതാ ഒരു ഭാഗം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം എടുത്തു മാറ്റുക. അപ്പോൾ ചിക്കനെല്ലാം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതാ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്നും 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ അത് 1 ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെ എല്ലാം ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മുളക് പൊടി ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ അത് മുഴുവനും ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് 2-3 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെക്കാം. തക്കാളിയെല്ലാം പെട്ടെന്നൊന്ന് വെന്തുടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തക്കാളിയെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ പെട്ടെന്ന് വെന്തുടഞ്ഞ് കിട്ടിക്കോളും ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ. ഇനി വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി വഴറ്റുമ്പോൾ കുറച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഹാഫ് ലെമൺ പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരും ചേർത്ത് കൊടുക്കാം 1 ടേബിൾ സ്പൂണോളം. ഞാൻ അധികവും മസാല ഉണ്ടാക്കുമ്പോൾ തൈര് ചേർക്കലില്ല. ഇനി മല്ലി പുതിനയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തൈര് ചേർത്തിട്ടില്ലെങ്കിൽ പെട്ടെന്നൊന്നും മസാല കേടാവൂല, അങ്ങനെയുണ്ട്. പിന്നെ എനിക്ക് തൈര് ചേർത്തതിനേക്കാളും ഇഷ്ടം തൈര് ചേർക്കാണ്ട് ചെറുനാരങ്ങ മാത്രം പിഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അങ്ങനെ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ ഒരു മസാലയിലേക്ക് ഈ ചിക്കൻ്റെ ഫ്ലേവറെല്ലാം നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമ്മൾ ചെറിയ തീയിലൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ചു വെച്ചാൽ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്. ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ അടച്ചു വെക്കുക. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഫ്ലേവറെല്ലാം മസാലയിലേക്ക് പിടിക്കും, ചിക്കൻ്റെ ഫ്ലേവർ. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇടയ്ക്ക് ഞാനൊരു പ്രാവശ്യം തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേനു, അതുപോലെ നിങ്ങളും ചെയ്യണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പിന്നെ ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടെ മല്ലി പുതിനയില കട്ട് ചെയ്ത് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല അടിപൊളി മസാലയാണ്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് റൈസ് റെഡിയാക്കാം. അപ്പോൾ ഞാനിതാ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം ഗീയും 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചോറ് റെഡിയാക്കുക. ഗീയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഗീയും വെളിച്ചെണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ 2 ഏലക്കായി, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാളൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില ഈ ഒരു സമയത്ത് ഇട്ടിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ചോറിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും.
കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത 3 കപ്പ് ജീരകശാല റൈസ് ഇട്ട് കൊടുക്കാം. അരി വറുത്തിട്ടാണ് ഞാൻ ഈ ഒരു ചോറ് ഉണ്ടാക്കുന്നത്. അരി ഇട്ടിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് അരിയെല്ലാം നല്ലതുപോലെ വറുത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങും. ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ അരി വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ഈ ഒരു കപ്പിന് 3 കപ്പ് അരിയാണ് എടുത്തിന്. അപ്പോൾ ഒരു കപ്പിന് 2 കപ്പ് എന്ന അളവിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അരി വറുത്തിട്ടുണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള നന്നായിട്ട് തിളക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വേവിൽ വ്യത്യാസം വരും. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അങ്ങനെ ചോറിലെ വെള്ളമൊക്കെ ഇത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ചെറിയ തീയിൽ ഒരു 6-7 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെക്കാം. വെക്കുന്ന സമയത്ത് ചെറിയ തീയിൽ തന്നെ വെക്കുക. അപ്പോഴത്തേക്ക് ചോറെല്ലാം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിക്കോളും. ചോറ് നമ്മൾ ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് 7 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് ചോറൊന്ന് മിക്സ് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്തിട്ടുമില്ല, ഒരുപാട് വേവ് കുറഞ്ഞിട്ടുമില്ല, കറക്റ്റ് വേവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചോറ് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് പകുതിയോളം ചോറ് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഇതിൽ തന്നെയാണ് മസാല ഇട്ടിട്ട് ദം ചെയ്യുന്നത്. അപ്പോൾ പകുതിയോളം ചോറ് എടുത്തിട്ട് മാറ്റുക. ഇതുപോലെ പകുതിയോളം ചോറ് കോരി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ആ ഭാഗത്തിലെ ചോറെല്ലാം ഇങ്ങോട്ടേക്ക് ആക്കിയതിന് ശേഷം പകുതി മസാല നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മസാല ഇട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത്. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് കുറച്ച് ചോറ് അതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറിൽ വേവിക്കുന്ന സമയത്ത് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലി, പുതിനയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല വെച്ച ആ ഒരു ഭാഗത്തല്ല, ഇപ്പുറത്തെ ഭാഗത്തായിട്ട് ബാക്കിയുള്ള മസാല മുഴുവനും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. മസാല വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കോരി വെച്ച ചോറുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ലെവലാക്കി കൊടുക്കുക. ദം ചെയ്യലെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഞാനിതുപോലെ ചെയ്തേ ഉള്ളൂ. ഒന്നുകിൽ നമുക്ക് വേണമെങ്കിൽ ചോറ് ഫുള്ളായിട്ട് കോരിയിട്ട് അടിയിൽ ഫുള്ള് മസാല ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പകുതി ചോറ് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മസാല ഇട്ടിട്ട് പിന്നെയും ചോറ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചോറ് ലെവലാക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് ഗരം മസാല, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലി, പുതിനയില കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒട്ടും ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കുക. ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ചതക്കുന്ന ആ ഒരു കല്ലില്ല, അതാണ് വെച്ചിന്. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 20 മിനിറ്റോളം നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം. ചെറിയ തീയിൽ തന്നെ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമ്മൾ ദം ചെയ്യാനായിട്ട് വെച്ചിട്ട് 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച വെയിറ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് തുറന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ ഉണ്ട്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിൽ കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അല്ലാതെ തന്നെ ആ ഒരു യെല്ലോ കളറെല്ലാം ഇതിൽ വരും. അപ്പോൾ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. കണ്ട, ചെറുതായിട്ട് കളറെല്ലാം ഉണ്ട്, യെല്ലോ കളറ്. അപ്പോൾ ഇതങ്ങ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കളറെല്ലാം ചേർത്തതുപോലെ തന്നെ കളറെല്ലാം ഉണ്ടാവും. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
നല്ല അടിപൊളി ബിരിയാണിയാണ്. ഫ്രൈ ബിരിയാണി വെക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതുപോലെ ചോറും മസാലയും ചിക്കനും എല്ലാം ഞാൻ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 2 പീസ് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രൈ ചെയ്തത് മുകളിൽ ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട്, ഫോട്ടോയിൽ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിങ്ങനെ ആക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതിന് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തൈരും അച്ചാറും പപ്പടെല്ലാം കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.